മോർട്ടൽ കോംബാറ്റ് 2 എന്ന പുതിയ ആക്ഷൻ സിനിമയുടെ വിശേഷങ്ങളിലേക്കുള്ള ഒരു ദ്രുത അവലോകനമാണിത്. പ്രശസ്തമായ വീഡിയോ ഗെയിമിനെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ ചിത്രം ഭൂമിയെ അടിമയാക്കാൻ വരുന്ന വില്ലനിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന നായകന്മാരുടെ അതിജീവന കഥയാണ് പറയുന്നത്. ഒന്നാമതായി, ഇതിലെ കഥയും കഥാപാത്രങ്ങളും. ഭൂമിയെ കാക്കാൻ മികച്ച യോദ്ധാക്കളായ ലിയു കാങ്, സോണിയ ബ്ലേഡ് എന്നിവരോടൊപ്പം 80കളിലെ വിരമിച്ച ആക്ഷൻ ഹീറോയായ ജോണി കേജും ചേരുകയാണ്. അന്യഗ്രഹ ഭരണാധികാരിയായ ഷാവോക് ഖാൻ എന്ന അതിശക്തനായ വില്ലനെതിരെ നടക്കുന്ന 10ാമത്തെ പോരാട്ടമാണിത്. കൂടാതെ സ്വന്തം അച്ഛന്റെ മരണത്തിന് പകരം വീട്ടാൻ കാത്തിരിക്കുന്ന കിത്താനയുമുണ്ടിതില്. ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിലേക്ക് അബദ്ധങ്ങൾ മാത്രം കാണിക്കുന്നൊരു റിട്ടയർഡ് സിനിമാതാരത്തെ അയക്കുന്നത് വിഡിത്തമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം, അല്ലേ? എന്നാൽ സത്യത്തിൽ ഈ കഥാപാത്രമാണ് സിനിമയുടെ കൗതുകവും ആവേശവും ഇരട്ടിയാക്കുന്നത്. രണ്ടാമതായി, ആക്ഷനും കോമഡിയും തമ്മിലുള്ള കിടിലൻ സന്തുലിതാവസ്ഥ. സംവിധായകൻ സൈമൺ മക്കോയ്ഡ് ഈ 2 മണിക്കൂർ സിനിമയിൽ രക്തരൂക്ഷിതമായ ആക്ഷനൊപ്പം തന്നെ അല്പം അതിശയോക്തി കലർന്ന കോമഡിയും വളരെ രസകരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവൻ പണയം വെച്ചുള്ള ഈ പോരാട്ടങ്ങൾക്കിടയിൽ തമാശകൾ വരുമ്പോൾ സിനിമയുടെ ഗൗരവം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ അനാവശ്യ വൈകാരികതയൊക്കെ ഒഴിവാക്കി പ്രേക്ഷകരെ മുഴുവൻ സമയവും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ മാത്രമാണ് അവർ ശ്രദ്ധിച്ചിരിക്കുന്നത്. അവസാനമായി, ഇതൊരു വീഡിയോ ഗെയിം സിനിമയായതുകൊണ്ട് ഗെയിമർമാർക്ക് മാത്രമേ ഇഷ്ടപ്പെടൂ എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പക്ക എൻ്റർടൈനറാണ്. സ്റ്റീഫൻ എഫ് വിൻഡന്റെ മികച്ച ഛായാഗ്രഹണവും VFXും ഈ ഇരുണ്ട മാന്ത്രിക ലോകത്തെ സാധാരണക്കാർക്കും ആസ്വദിക്കാവുന്ന ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റാക്കി മാറ്റുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ മുൻപ് ഗെയിം കളിച്ചിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ പണത്തിന് പൂർണ്ണ മൂല്യം നൽകുന്ന ഒരു ഗംഭീര ആക്ഷൻ വിരുന്നാണ് മോർട്ടൽ കോംബാറ്റ് 2.